എല്ലാവർക്കും സ്പൈസ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കീ കാർഡ് ഉപയോഗിച്ച് ഒരു PCB ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ലാബിലെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഒരു 555 അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ PCB ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കീ കാർഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. പുതിയ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. നമുക്കിഷ്ടമുള്ള ലൊക്കേഷനിൽ അത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് വേണ്ട ഒരു ലൊക്കേഷനിലേക്ക് ഞാനത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റ് ക്രിയേറ്റായി വന്നു. ഇവിടെ ഇടത് സൈഡിൽ നമുക്ക് 2 ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാവുന്നതാണ്. അതിൽ 555 അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ .sch എന്ന് പറയുന്ന ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഫയലിലാണ് നമ്മൾ നമ്മുടെ സ്ക്യൂമാറ്റിക്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കീ കാർഡ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ കോപ്പി ഡിഫോൾട്ട് ഗ്ലോബൽ സിമ്പിൾ ലൈബ്രറി ടേബിൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ ഞാനിത് ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ ഈ സ്കീമാറ്റിക്സ് വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വേണം നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പോണൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കമ്പോണൻറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പം നമ്മൾ 555 IC ഒക്കെ നമ്മൾ ഇതിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വലതുവശത്തെ ടൂൾ ബാറിലുള്ള പ്ലേ സിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സ്കീമാറ്റിക് ഷീറ്റിൽ വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യണം എന്താണ് 555 എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ NE 555P പ്രിസിഷൻ ടൈംസ് 555 കമ്പാഷിബിൾ PDIP8. ഇപ്പോൾ ഈ PDIP എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മളിവിടെ SOIC ഒന്നുമല്ല, PDIP എന്ന് എഴുതിയിരിക്കുന്നത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇത് തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ മുകളിലിരിക്കുന്ന NA 555P അത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് NE 555P ആണ്. ഓക്കെ, ഇത് DIP ആണെന്നുള്ളത്, മറ്റേത് SMD സ്റ്റൈലിലുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ DIP ത്രൂ ഹോൾ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും NE 555P എന്ന് പറയുന്ന IC യുടെ സിമ്പൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ രീതിയിലോട്ടാണ് നമുക്ക് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇനി നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ഉണ്ട്. 2 റെസിസ്റ്ററുകളും ഒരു കപ്പാസിറ്ററുകളും ചേർന്ന ചാർജിങ് ഡിസ്ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമുണ്ട്. ഇനി അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീണ്ടും കമ്പോണൻറ്റുകൾ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു റെസിസ്റ്റർ എടുക്കുന്നതിന് വേണ്ടി R എന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ R ഇവിടെ റെസിസ്റ്ററിൻ്റെ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒരു റെസിസ്റ്റർ നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും ഒരു റെസിസ്റ്ററും കൂടെ ഇവിടെ ആവശ്യമാണ്. പക്ഷേ ഞാനിവിടെ ഒരു ഫിക്സഡ് റെസിസ്റ്റർ കൊടുക്കുന്നതിന് പകരം ഒരു പൊട്ടൻഷ്യോമീറ്ററാണ് കൊടുക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബ്ലിങ്കിങ് സ്പീഡ്, ഇപ്പം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു LED ബൾബ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ LED ബൾബിൻ്റെ ബ്ലിങ്കിങ് സ്പീഡ് ആ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് മാറ്റുന്നതിലൂടെ നമുക്ക് ഈ LED ബ്ലിങ്കിങ് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ, അപ്പോൾ അതിന് നമുക്കിവിടെ പോർട്ട് എന്ന് എഴുതി കൊടുത്താൽ മതി. R പോർട്ട് എന്ന് വരും. അപ്പോൾ അത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ സിമ്പൽ കാണാൻ പറ്റും. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. ആ ഒരു പൊട്ടൻഷ്യോമീറ്റർ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ 2 റെസിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ വരും. ആ കപ്പാസിറ്റർ നമുക്കിനി കൊടുക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് സിംപ്ലി ക്യാപ്പ് എന്ന് അടിച്ചാൽ മതി. കപ്പാസിറ്റർ സിമ്പിൾ ഇവിടെ വരും. നമുക്ക് പലതരത്തിലുള്ള സിമ്പിൾ ഇവിടെ കിട്ടും. ഇതിൽ ഏത് സിമ്പിൾ വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു സിമ്പിൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് അങ്ങ് കൊടുക്കാം. അപ്പം ഞാനിവിടെ
വലതുവശത്തെ ടൂൾ ബാറിൽ പ്ലേസ് വയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് വയർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വലത് സൈഡിലെ ടൂൾ ബാറിൽ ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നല്ല ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്, ഞാൻ ഇതിൻ്റെ വേരിയബിൾ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കണക്ഷനാണ് ഇങ്ങോട്ടെടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുന്നു. ഇനി ഇതും ഈ IC ചിപ്പുമായിട്ട് അല്ലെങ്കിൽ 555 ICയുമായി നമ്മൾ ബന്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനതിന് ലേബലുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ലേബൽ ഉപയോഗിക്കുന്ന എങ്ങനെ എന്നൊക്കെ മുമ്പ് നമ്മൾ സ്പൈസ് ലാബ് ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലേബലുകൾ ഉപയോഗിച്ച്. അപ്പോൾ എന്താണോ ലേബൽ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കണക്ഷൻസ് വരിക. ഓക്കെ, എൻ്റെ കീ കാർഡിൻ്റെ പ്ലേലിസ്റ്റിലുള്ള മറ്റു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ലേബൽസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ലേബൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതിനെ ഇന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെക്കുന്നു. ഇതിൻ്റെ എല്ലാ പിന്നുകൾക്കും ഞാൻ ലേബൽസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ലേബൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് വയർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു വയർ കൊടുത്തു, അതുപോലെ തന്നെ ഇവിടെയും വയർ കൊടുത്തു. എല്ലാ പിന്നയിലും ഞാൻ ഇതുപോലെ വയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലേബൽസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്കത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ലേബൽസ് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ലേബൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വലത് സൈഡിൽ ടൂൾ ബാറിൽ പ്ലേസ് നെറ്റ് ലേബൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലേബൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വിൻഡോ വരും. ഓക്കെ, ഫസ്റ്റ് രണ്ടാമത്തെ പിന്ന് എന്ന് പറയുന്നത് ട്രിഗർ പിന്നാണ്. അപ്പം ഞാനിവിടെ ട്രിഗർ എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് ഈ ലേബൽ ഇതിവിടെ കൊടുക്കാൻ സാധിക്കും. അഞ്ചാമത്തെ പിന്നാണ് അടുത്തത്, അത് കൺട്രോൾ വോൾട്ടേജ് ആണ്. അപ്പം ഞാൻ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ വോൾട്ടേജ്, ഓക്കെ കൊടുക്കുന്നു. പിന്നെ ഇത് നാലാമത്തെ പിന്നെന്ന് പറഞ്ഞാൽ റീസെറ്റ് പിന്നാണ്. 555 ICയുടെ റീസെറ്റ് പിന്നാണ് നാലാമത്തെ പിന്ന്. അപ്പം ഞാനതവിടെ റീസെറ്റ് എന്ന് കൊടുക്കുന്നു. റീസെറ്റ്. മൂന്നാമത്തെ പിന്നെന്ന് പറയുന്നത് ഔട്ട്പുട്ട് പിന്നാണ്. അപ്പം നമുക്കതവിടെ ഔട്ട്പുട്ടെന്ന് കൊടുക്കാം. ഏഴാമത്തെ പിന്നാണ് ഡിസ്ചാർജ് പിന്ന്. അപ്പം ഞാൻ ഡിസ്ചാർജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ആറാമത്തെ പിന്ന് ത്രഷോൾഡ് എന്ന് പറയുന്ന പിന്നാണ്. അത് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ലേബൽസ് എല്ലാം ഇതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ട പവർ സപ്ലൈ കൊടുക്കാം. എട്ടാമത്തെ പിന്ന് VCC ആണ്. ഒന്നാമത്തെ പിന്നാണ് ഗ്രൗണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അതിന് പവർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിന് ഇവിടെ പോയാൽ മതി. പ്ലേസ് പവർ പോർട്ട് എന്ന് പറയുന്ന ടൂളിൽ, അത് ടൂൾ ബാറിലെ വലത് സൈഡിലെ ടൂൾ ബാറിലുള്ള പ്ലേസ് പവർ പോർട്ട് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കീമാറ്റിക് ഷീറ്റിൽ വെച്ച് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ഇപ്പം നമുക്ക് എത്ര വോൾട്ടേജ് ആണോ വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ +9 വോൾട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ +9 വോൾട്ടിൻ്റെ ഒരു പവർ സിമ്പൽ നമുക്ക് കിട്ടും. അത് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ വയർ കണക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ പവർ പോർട്ട് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കീമാറ്റിക് ഷീറ്റിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് എന്ന് നമ്മൾ കൊടുക്കുന്നു. ഗ്രൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് സിമ്പിൾ ഇവിടെ വരും. അത് ഓക്കെ കൊടുക്കുന്നു. അതിൻ്റെ കണക്ഷനും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം IC ചിപ്പിലേക്കുള്ള സപ്ലൈ ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഉള്ള സപ്ലൈ നമുക്ക് കൊടുക്കാം. ഈ 9 വോൾട്ട് തന്നെയാണ് ഇങ്ങോട്ടും കൊടുക്കേണ്ടത്. അപ്പം അതിന് എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 9 വോൾട്ട് എന്ന് പറയുന്ന ഈ സിമ്പലിന് മുകളിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഇപ്പോൾ വയറാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വയർ ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൗണ്ട് കണക്ഷനും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പം ഗ്രൗണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ
ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന കീ ആണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അടുത്ത് തന്നെ സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്, സി. അപ്പോൾ ഷോർട്ട് കട്ട് കീ ആണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഈ ഗ്രൗണ്ടിൻ്റെ സിമ്പിളിന് മുകളിൽ മൗസ് പോയിൻ്റർ വെച്ചതിന് ശേഷം കീപാഡിൽ സി പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്കത് കോപ്പി ചെയ്ത് കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കണക്ഷൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെയൊക്കെയുള്ള പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ നെറ്റ്വർക്കിനെ നമുക്ക് ഈ ഒരു ICU ആയിട്ട് ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കണക്ഷൻസ് എല്ലാം കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? അത് നമുക്ക് ലേബൽ ഉപയോഗിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ലേബൽസ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്ന കണക്ഷനാണ്. കൂടാതെ ഈ കപ്പാസിറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്ക് ട്രിഗർ, ത്രെഷോൾഡ് എന്നീ 2 കണക്ഷൻസും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരു വയർ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നു. കൂടാതെ ഇവിടെ 2 കണക്ഷൻ വരുന്നുണ്ട്. ആ 2 കണക്ഷന് വേണ്ടിയിട്ടുള്ള വയർ നമുക്കിവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു 3 കണക്ഷൻസാണ് ഈ ഒരു IC ചിപ്പുമായിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇവിടെ വരുന്ന കണക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്ന പിന്നിൽ നിന്നുള്ള കണക്ഷനാണ്. അപ്പോൾ ഇതാണ് ഡിസ്ചാർജ് എന്ന് നമ്മളിവിടെ ലേബൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലേബൽ തന്നെ വേണം നമ്മൾ ഇവിടെയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൊടുക്കാം? ഈ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഈ ഒരു ലേബലിന് മുകളിൽ നമ്മൾ മൗസ് പോയിൻ്റർ വെച്ചതിന് ശേഷം കീപാഡിൽ സി പ്രസ് ചെയ്യുക. സി പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് കോപ്പി ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ ഒരു വയറിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇനി നമുക്ക് വേണ്ടത് ട്രിഗറും ത്രെഷോൾഡുമാണ്. അപ്പോൾ ട്രിഗർ പിൻ ട്രിഗർ ലേബൽ ഇതാണ്. ഇവിടെ വെക്കുന്നു, സി പ്രസ് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. ത്രെഷോൾഡ് ഇവിടെ വെക്കുന്നു, സി പ്രസ് ചെയ്യുന്നു, ത്രെഷോൾഡ് കണക്ഷൻ കൊടുത്തു. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ IC ചിപ്പിനുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൻ്റെ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്ന പിന്ന് 5ാമത്തെ പിന്നാണ്. ഈ 5ാമത്തെ പിന്നുമായിട്ട് എപ്പോഴും നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യാറുണ്ട്. ഒരു ചെറിയ വാല്യൂ, ഒരു 0.1 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാറാണ് പതിവ്. അത് നമുക്കിനി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇത് മൊത്തത്തിൽ ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്ന പിന്നിലേക്ക് നമുക്കൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതിന് പ്ലേസ് സിമ്പിൾസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. വലതുവശത്തെ ടൂൾ ബാറിലുള്ള പ്ലേസ് സിമ്പിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കീമാറ്റിക് ഷീറ്റിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സി സ്മാൾ എന്ന് കൊടുക്കുന്നു. കാരണം നമ്മൾ C_small. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് C_small എന്ന് വന്നിട്ടുണ്ട്. ചെറിയ കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം 0.1 മൈക്രോഫാരഡ് ഡിസ്ക് കപ്പാസിറ്ററാണോ, ചെറിയ കപ്പാസിറ്ററാണ്. അപ്പോൾ അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് C സ്മാൾ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തത്. അത് ഞാനിവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ കണക്ഷൻ ഞാൻ കൊടുക്കുന്നു. ഇപ്പം കൺട്രോൾ വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് നമ്മളൊരു കപ്പാസിറ്റർ കൊടുത്തു. ഈ കപ്പാസിറ്റർ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ ഗ്രൗണ്ട് സിമ്പിൾ ഇങ്ങോട്ട് കോപ്പി ചെയ്തിടുന്നു. വയർ ഉപയോഗിച്ച് കണക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. വയർ ഉപയോഗിച്ച് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു LED ബൾബാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു LED ബൾബ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ LED ബൾബ് കണക്ട് ചെയ്യുമ്പോൾ നേരിട്ട് കൊണ്ടുപോയി LED ബൾബ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊരു റെസിസ്റ്റർ ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റെസിസ്റ്റർ ഇടാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് LED ബൾബ് വേണം. അപ്പോൾ LED ബൾബിന് നമ്മൾ വീണ്ടും പ്ലേസ് സിമ്പിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കീമാറ്റിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ LED എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ LED സിമ്പിൾ വന്നു. ഓക്കെ കൊടുത്തു. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ R എന്ന് പറയുന്ന കീയെ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യാനുസരണം ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഔട്ട്പുട്ടിലേക്ക് ഉള്ള കണക്ഷൻ കൊടുക്കണം.
ഞാൻ അതിന് പ്ലേസ് വയർ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുന്നു. വലതുവശത്തെ ടൂൾ ബാറിലുള്ള പ്ലേസ് വയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. കണക്ഷൻസ് കൊടുക്കുന്നു. ഓക്കെ, ഗ്രൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഇത് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഡയോഡും LED ബൾബും ഗ്രൗണ്ടും തമ്മിലുള്ള കണക്ഷനും കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിവിടെ +9 വോൾട്ടാണ് പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ സർക്യൂട്ട് ബോർഡിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കണക്ടറും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ കണക്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും പ്ലേസ് സിമ്പിൾ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ സ്ക്രൂ ടെർമിനൽ ആണ് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി സ്ക്രൂ ടെർമിനൽ SCRE എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രൂ ടെർമിനൽ വരും. അപ്പം ഞാനിവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് പിന്നുകളുണ്ടല്ലോ, അപ്പം നമ്മളവിടെ 1x2 എന്ന് പറയുന്ന സ്ക്രൂ ടെർമിനൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സിമ്പിൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ. അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാൻ പാകത്തിന്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പം ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഈ രീതിയിൽ ഞാനിവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഒരു പിന്ന് 9 വോൾട്ടേജിലേക്കും ഒരു പിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്കുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 9 വോൾട്ടേജ് ഇവിടെയുണ്ട്, നമ്മളത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു, വയർ സെലക്ട് ചെയ്യുന്നു, കണക്ഷൻസ് കൊടുക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം. ഗ്രൗണ്ട് നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഈ ഗ്രൗണ്ടിലേക്കുള്ള കണക്ഷൻസും കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ 9 വോൾട്ടിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങോട്ടേക്കും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെന്നോളും. ഓക്കെ, അപ്പം നമ്മൾ ആ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമ്മളുടെ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വാല്യൂസൊക്കെ മാറ്റി കൊടുക്കണം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ അനോട്ടേറ്റ് ചെയ്യുക. അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ നോക്കുക. ഇവിടെ C എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കിടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇവിടെയൊക്കെ ഓരോ നമ്പർ വരണം. എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ ഓരോ കപ്പാസിറ്ററിനും ഓരോ നമ്പർ കിട്ടണം. ഉദാഹരണത്തിന് C1, C2, C3, C4 അങ്ങനെ നമ്മൾ കപ്പാസിറ്ററിന് നമ്പർ കിട്ടണം. അതുപോലെ ഇപ്പം IC ചിപ്പിൻ്റെ കാര്യത്തിലാണ് U എന്നാണ് കൊടുത്തിരിക്കുന്നത്. U അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഒരു IC ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പകരം ഇവിടെ U1 എന്നാണ് കിടക്കേണ്ടത്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ U1ഉം U2ഉം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ നമ്പർ കൊടുക്കുക. അത് മാനുവലായിട്ട് വേണേൽ കൊടുക്കാം. പക്ഷേ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ നമ്മളത് ചെയ്തു തരും. അങ്ങനെ നമ്പറിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ അനോട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അനോട്ടേറ്റ് ചെയ്യുന്നതിന് മുകളിലത്തെ ടൂൾ ബാറിൽ അനോട്ടേറ്റ് സ്ക്യൂമാറ്റിക് സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ തെളിഞ്ഞ് വരും. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ അനോട്ടേറ്റ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അനോട്ടേഷൻ കംപ്ലീറ്റ് എന്ന് വരും. ക്ലോസ് ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിനൊക്കെ ഒരു നമ്പർ കിട്ടി. ആ ക്വസ്റ്റ്യൻ മാർക്ക് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ C2 എന്നാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ആദ്യത്തെ കപ്പാസിറ്ററിന് C1 ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു C1 എന്നായത് നമ്മളിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളിതിനെ അനോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ അനോട്ടേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ അനോട്ടേഷൻ ഐക്കണിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഇലക്ട്രിക് റൂൾ ചെക്ക്. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് എററൊക്കെ ഉണ്ടോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക് റൂൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു. ഇവിടെ അതിൽ ക്ലിക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ റൺ എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ അറിയാം ഇവിടെ കുറേ എററോ അല്ലെങ്കിൽ വാർണിങ്സോ ഒക്കെ ഇങ്ങനെ വരും. ഇപ്പം 4 വാർണിങ്സ് വന്നിട്ടുണ്ടെന്നാണ്. ഇതിവിടെ 4 വാർണിങ്സ്, എറേഴ്സ് ഒന്നുമില്ല, 4 വാർണിങ്സ് വന്നിട്ടുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എററോ വാർണിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇവിടെ PWR05 നോട്ട് ഡ്രിവൺ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. ഈ നോട്ട് ഡ്രിവൺ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ പവർ ഇൻപുട്ട് നോട്ട് ഡ്രിവൺ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് വരുന്ന പവർ ഫ്ലാഗ് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ നോക്കുക. അപ്പം ഇവിടെ ഈ ഒരു സിമ്പലിൽ നമുക്കിവിടെ ഒരു പച്ച നിറത്തിലുള്ള ഒരു മാർക്കർ വന്നിരിക്കുന്നത് കാണാം. ഈ മാർക്കർ ഇവിടെയാണ് പ്രശ്നം എന്നുള്ളതാണ്. ഈ
ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ കണക്ഷനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അല്ലെ ഒരു വാണിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പച്ച നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എററാണെങ്കിൽ അത് ഒരു ബ്രൗൺ കളറിലായിരിക്കും വരിക. ഇതിപ്പം പച്ച നിറത്തിൽ വന്നേക്കുന്നത് കൊണ്ട് ഇവിടെയാണ് ഒരു വാണിംഗ് വന്നിരിക്കുന്നത്. ആ വാണിങ്ങിന് കാരണമായത് ഇവിടെയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ വാണിംഗ് മാറ്റുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കീ കാർഡിലപ്പം നമ്മൾ ഇതുപോലെ ഈ പവർ കണക്ഷൻസുമായി ബന്ധപ്പെട്ടൊരു വാണിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം മിക്കവാറും കേസിൽ പവർ ഫ്ലാഗുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ പവർ ഫ്ലാഗ് കൊടുക്കാം. അതിങ്ങനെയാണ്. നമ്മൾ ഇവിടെ പ്ലേസ് സിമ്പൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പവർ ഫ്ലാഗ് എന്ന് സെർച്ച് ചെയ്യുന്നു. പവർ ഫ്ലാഗ് ഇത് PWR ഫ്ലാഗ് അല്ലെ, സ്പെഷ്യൽ സിമ്പൽ ഫോർ ടെല്ലിങ് ERC. നമുക്ക് നോക്കാതെ വെയർ പവർ കംസ് ഫ്രം. അപ്പോൾ എവിടെ നിന്നാണ് പവർ വരുന്നത് എന്ന് ERCക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പവർ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാണിങ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പവർ ഫ്ലാഗാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പവർ ഫ്ലാഗ് ഇവിടെ വരും. റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഇത് വരുന്നു. അപ്പോൾ ഇത് ഇവിടെയുണ്ട് അതുപോലെ ഒരു മാർക്കർ, അതും നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ERC ചെയ്ത് നോക്കാം. ഇപ്പം അത് പോയി. ഇവിടെ ഇപ്പം വേറൊരു എറർ വന്നിട്ടുണ്ട്. എന്താണത്? എററല്ല, വാണിങ്. എന്താണ്? യൂസ് നോ കണക്ഷൻ ഫ്ലാഗ് ടു സപ്രസ് ദിസ് എറർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നീല നിറത്തിലുള്ള ഒരു എന്താ പറയുക പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഈ എറർ വന്നിരിക്കുന്നത്? ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ പൊസിഷൻ, ഈ നീല നിറത്തിലുള്ള ഈ ലിങ്ക്, ഇതൊരു ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ എന്താ പറയുക, ഇപ്പം ഇതിൻ്റെ അടുത്തേക്ക്, ഇപ്പം നമ്മൾ അടുത്തേക്ക് ഇതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ആ എറർ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താലും ഇതുണ്ട് റീസെറ്റ് എന്ന് പറയുന്ന പിന്നുമായി ബന്ധപ്പെട്ടും ഒരു എറർ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ഏറ്റവും ആദ്യത്തെ എറർ തന്നെ ഇവിടെ നോക്കുന്നു. അപ്പോൾ ഇതുണ്ട് ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്ന് എവിടെയും കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു എററിന് കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എപ്പോഴെങ്കിലും നമ്മളൊരു കമ്പോണൻറ്റ് ഉപയോഗിക്കുമ്പോൾ ആ കമ്പോണൻറ്റ് നമുക്ക് ഒരിടത്തും കണക്ട് ചെയ്യണ്ട എന്ന ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിടണം, അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു നോ കണക്ഷൻ ഫ്ലാഗ് കൊടുക്കണം. അപ്പോൾ നോ കണക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇവിടെ വലതുവശത്തെ ടൂൾ ബാറിൽ ഈ കാണുന്നതാണ് നോ കണക്ഷൻ ഫ്ലാഗ്. പ്ലേസ് നോ കണക്ഷൻ ഫ്ലാഗ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പിന്നിൻ്റെ ടിപ്പിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻറ്റു മാർക്ക് വരും. അങ്ങനെ നമ്മളിവിടെ നോ കണക്ഷൻ ഫ്ലാഗ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ERC ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിവിടെ ഒരു എററും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ റീസെറ്റ് പിൻ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അത് എന്താണ് ആ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. റീസെറ്റ് പിൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട് നമ്മൾ നോക്കിയാൽ 555 സർക്യൂട്ട് 555 അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് നോക്കിയാൽ ഈ റീസെറ്റ് എപ്പോഴും നമ്മൾ VCCയുമായി കണക്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഇവിടെ VCC എന്ന് പറയുന്നത് ഈ +9 വോൾട്ടാണ്. ഈ റീസെറ്റ് പിന്നെ ഈ +9 വോൾട്ട് അല്ലേ, മിക്കവാറും ആ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും. 8ഉം 4ഉം പിന്നുകൾ നമ്മൾ VCCയുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ എറർ വന്നിരിക്കുന്നത്. അപ്പോൾ ERC എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു കണക്ഷൻസൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പിന്ന് നമ്മൾ കണക്ട് ചെയ്യാതെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരും. അതേസമയം നമ്മൾ തെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ കാണിച്ചു തരുമൊന്നുമില്ല. എല്ലാ കണക്ഷനും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു പിന്ന് ഇതുപോലെ കണക്ട് ചെയ്യാൻ മറന്നു പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ERC നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടും. അപ്പം നമ്മൾക്കങ്ങനെ എറേഴ്സൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ERC, ഇലക്ട്രിക് റൂൾ ചെക്ക് എന്നാണ് ERC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീസെറ്റ് പിന്നെ നമുക്ക് ഈ +9 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു വയർ ഇവിടെ എടുക്കുന്നു. ഈ വയർ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വയർ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പകരം ഈ റീസെറ്റ് എന്ന് പറയുന്ന ലേബൽ ഞാൻ ജസ്റ്റ് കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ലേബലിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ വെച്ചതിന് ശേഷം C പ്രസ് ചെയ്യുന്നു. അപ്പം ആ ലേബൽ നമുക്ക് കോപ്പിയായി അത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ റീസെറ്റ് പിന്നെ ഈ +9 വോൾട്ടിലേക്കുള്ള കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്കൊന്നും കൂടെ ഒന്ന് ERC ചെക്ക് ചെയ്യാം. ഇവിടെ റൺ കൊടുക്കുന്നു. ഇപ്പം നമുക്ക് എറേഴ്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എറേഴ്സ് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇനി നമുക്ക് ഇതിന് വേണ്ട ഫുട് പ്രിൻറ്റുകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുട് പ്രിൻറ്റ് നമുക്ക് 2 രീതിയിൽ പ്രധാനമായിട്ടും ചെയ്യാം.
അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിപ്പം ഓരോ കമ്പോണൻറ്റ് ബൈ കമ്പോണൻ്റ് ആയിട്ട്, ഇപ്പം ഇതിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ ഇതാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം നമുക്ക് ആ രണ്ട് രീതി ഒന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് രീതിയിൽ നമുക്കിവിടെ ഈ റെസിസ്റ്ററിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. ഇവിടെ എഡിറ്റ് പ്രോപ്പർട്ടീനുണ്ട്, അല്ലെ എഡിറ്റ് ഫുട് പ്രിൻറ്റ് ഇവിടെ കൊടുത്താലും മതി. അതിൽ എഫ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയും അതിനുണ്ട്. നമുക്കിപ്പോൾ ഞാനിവിടെ എഡിറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാല്യൂ നമുക്ക് വേണം മാറ്റി കൊടുക്കാം, അതുപോലെ ഫുട് പ്രിൻറ്റും മാറ്റി കൊടുക്കാം. ഓക്കെ, റെസിസ്റ്റർ എൻ്റെ ഫുട് പ്രിൻറ്റ് വാല്യൂ അങ്ങനെ അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്കിവിടെ മാറ്റി കൊടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഞാൻ ഫുട് പ്രിൻ്റാണ് മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഫുട് പ്രിൻറ്റ് ലൈബ്രറി ആദ്യമായിട്ടാണ് നമ്മൾ കീകാർഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ ഓക്കെ കൊടുക്കുക. ആ ഫുട് പ്രിൻറ്റ് ലൈബ്രറി ലോഡ് ചെയ്ത് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇത് നമ്മൾ വലുതാക്കുക. ഇവിടെ നിന്ന് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഫുട് പ്രിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള എന്തൊക്കെ ലൈബ്രറീസ് ഇവിടെ ഉണ്ട് എന്നറിയാം. അപ്പോൾ ഓരോ ലൈബ്രറിയിലും ഒരുപാട് ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റെസിസ്റ്ററിൻ്റെ ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ, അപ്പോൾ റെസിസ്റ്റർ THT ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. THT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ത്രൂ ഹോളായിരിക്കും. SMD ആണെന്നുണ്ടെങ്കിൽ ആ സർഫസ് മൗണ്ട് ആയിരിക്കും. THT ആണെന്നുണ്ടെങ്കിൽ അത് ത്രൂ ഹോളായിരിക്കും. അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ആ ഒരു ലൈബ്രറിയിലുള്ള എല്ലാ ഫുട് പ്രിൻറ്റുകളുടെയും ലിസ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമായ ഫുട് പ്രിൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെസിസ്റ്ററിൻ്റെ സിമ്പൽ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ എന്നുള്ള ഒരു സംശയം വരാം. അപ്പോൾ ഇതങ്ങ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു സിമ്പൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മുകളിലൊരു ഈ സിമ്പൽ ഷോ ഫുട് പ്രിൻറ്റ് ഇൻ 3D വ്യൂവർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത് വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 3D വ്യൂ, ആ റെസിസ്റ്ററിൻ്റെ ഫുട് പ്രിൻറ്റിൻ്റെ ഒരു 3D വ്യൂ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്ററിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നാട്ടി നിർത്തിയേക്കുവാണ്. വെർട്ടിക്കലായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലീഡ് ബെൻഡ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ റെസിസ്റ്റർ പ്ലേസ് ചെയ്യുന്നതിനുള്ള ഫുട് പ്രിൻ്റാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഫുട് പ്രിൻ്റാണോ സെലക്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ, അല്ലെങ്കിൽ ഏത് ഫുട് പ്രിൻ്റാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ പർട്ടിക്കുലർ ഫുട് പ്രിൻ്റ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെലക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്, വെർട്ടിക്കലായിട്ടുള്ളതല്ല, ഹൊറിസോണ്ടലായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റെസിസ്റ്ററിൻ്റെ സിമ്പൽ വന്നിരിക്കുന്നതാണ്. അത് കാണുമ്പം തന്നെ നമുക്കറിയാമല്ലോ അതൊരു ഹൊറിസോണ്ടലായിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇവിടെ കുറേ പാരാമീറ്റേഴ്സും ഉണ്ട്. RACL LDIN 204, അപ്പോൾ അങ്ങനെ കുറേ പാരാമീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ L എന്ന് കൊടുത്തിരിക്കുന്നത് 3.6 mm എന്നാണ്. അതിൻ്റെ ലെങ്ത്താണ് കൊടുത്തിരിക്കുന്നത്. 3.6 mm എന്ന് പറയുന്നത്. പിന്നെ D എന്ന് പറയുന്നത് 1.6 mm. D എന്ന് പറയുന്നത് 1.6 mm. ഈ 1.6 അല്ല D എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമീറ്ററാണ്. എന്തുമാത്രം ഡയമീറ്റർ ഉള്ള റെസിസ്റ്ററാണ് അത്. അതിൻ്റെ 3D വ്യൂവിൽ നമ്മൾ കാണുന്നത് എത്രമാത്രം അതിൻ്റെ ഡയമീറ്ററാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. P എന്ന് പറയുന്നത് പിച്ചാണ്. പിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ലീഡുകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ ഈ രണ്ട് ത്രൂ ഹോളുകളുണ്ടല്ലോ, ഈ ഹോൾസ്, ഈ രണ്ട് ഹോളിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള അകലമാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പിച്ചൊക്കെയാണ്. പിച്ച് എത്രമാത്രം അകലത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ ഒരു 3D വ്യൂ ഒന്ന് നോക്കാം. ഇപ്പം ഈ റെസിസ്റ്ററിൻ്റെ 3D വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക, ഇതിൻ്റെ പിച്ചെന്ന് പറയുന്നത് 5 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ ലീഡ് തുടങ്ങുന്നിടത്ത് തന്നെ ബെൻഡ് ചെയ്ത് നമുക്കത് ഹോളിലേക്ക് പിടിപ്പിക്കത്തക്ക രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പൊതുവേ ഒരു കുറച്ചും കൂടെ പിച്ചുള്ളതാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ 7.62 mm ഹൊറിസോണ്ടൽ പിച്ച് എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്നത് 7.62 mm ഹൊറിസോണ്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുട് പ്രിൻറ്റ് കാണാം. ഇപ്പോൾ ഈ രണ്ട് ഹോളുകൾ തമ്മിലുള്ള അകലം
ഇവിടെ ഒരു കുറച്ചും കൂടെ വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പിച്ച് എന്ന് പറഞ്ഞാൽ 7.62 mm ആണ്. അപ്പോൾ ഇതിൻ്റെ 3D വ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതാ അതിൻ്റെ എന്താ പറയുക ഒരു കുറച്ചും കൂടെ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സോൾഡർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒന്ന് അകലം കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ആ പിച്ച്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ലെങ്താണ് എന്താ പറയുക എന്ന് പറയുന്ന ഈ ലെങ്താണ് എന്ന് വെച്ചാൽ ആ കമ്പോണൻറ്റിൻ്റെ ലെങ്ത്, അതിൻ്റെ ലീഡല്ല ആ കമ്പോണൻറ്റിൻ്റെ ലെങ്ത്, അത് ആണ് ഇവിടെ ഈ എന്താ പറയുക വൈറ്റ് കളറിലുള്ള അത് മറ്റൊരു ലെയറാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതില്ല. വൈറ്റ് കളർ വളറി കൊടുത്തിരിക്കുന്ന ആ ഒരു ചതുരം കണ്ടല്ലോ, ഏതാണ്ട് അതിൻ്റെ ലെങ്താണ് ഫസ്റ്റ് പറഞ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ ഡയമെൻഷൻസും അതിൻ്റെ മെക്കാനിക്കൽ ഡാറ്റ, ഇപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണെങ്കിലും അതിന് ഡാറ്റ ഷീറ്റ് ഉണ്ടാവും. ആ ഡാറ്റ ഷീറ്റിൽ അതിൻ്റെ മെക്കാനിക്കൽ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ലെങ്ത്, ഡയമീറ്റർ, വിഡ്ത്ത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും 3D വ്യൂവറിൽ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്ന് നമുക്കൊരു നല്ല ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ അസൈൻ ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പം എന്ത് സംഭവിച്ചു, ഈ ഒരു എന്താ പറയുക റെസിസ്റ്ററിൻ്റെ ഫുട് പ്രിൻ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് മാറ്റാനുണ്ട്. പക്ഷേ വാല്യൂസ് മാറ്റുന്നതിന് മുമ്പേ നമുക്ക് ഫുട് പ്രിൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം ഈ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ടിലുള്ള എല്ലാ കമ്പോണൻറ്റുകൾക്കും നമുക്ക് ഫുട് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. ഓരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അസൈൻ PCB ഫുട് പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ വശത്തെ ടൂൾ ബാറിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ലോഡ് ചെയ്യുന്നു. ഫുട് പ്രിൻ്റ് ലൈബ്രറീസൊക്കെ ലോഡ് ചെയ്ത് വരട്ടെ. ചിലപ്പോൾ അത് കുറച്ച് സമയമെടുക്കും, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അത് ലോഡായി കഴിയുമ്പോൾ തന്നെ അത് അവിടെ വരും. ഓക്കെ, ഇപ്പം നമുക്ക് അതെല്ലാം നമുക്കിവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഇടതുവശത്തെ ഈ ചെറിയ വിൻഡോയിൽ കാണുന്ന ലൈബ്രറി നെയിംസാണ്. എല്ലാ ലൈബ്രറിയും ഇവിടെ ഉണ്ടാകും. ഈ വലതുവശത്ത് കാണുന്ന ഈ വിൻഡോ എന്ന് പറയുന്നത് ഓരോ ലൈബ്രറിയിലുമുള്ള കമ്പോണൻറ്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ബാറ്ററി എന്ന് പറയുന്ന ലൈബ്രറിയിലെ ഫുട് പ്രിൻ്റുകളുടെ എല്ലാ ഫുട് പ്രിൻറ്റ്സുമാണ് ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നടുക്കുള്ള ഈ വിൻഡോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻറ്റിൻ്റെ പേരും അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് ഫുട് പ്രിൻറ്റ്സുമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ C1, C2, D1 അങ്ങനെ കപ്പാസിറ്ററുകൾ, ഇതൊക്കെ നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിച്ച കപ്പാസിറ്ററുകളാണല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ എന്താ പറയുക നമ്മുടെ ഫുട് പ്രിൻറ്റ്സൊക്കെ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ, അത് ആ വലിയ കപ്പാസിറ്ററാണ്. വലിയ കപ്പാസിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഈ കപ്പാസിറ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് കണ്ട് ഇത് റെഡ് കളറിലായി കിടക്കുന്നത് കാണാമല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നുന്നുണ്ട് തിരിച്ച് ഈ സ്കീമാറ്റിക് വിൻഡോയിലേക്ക് നോക്കിയാൽ മതി. അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ ചുവന്ന നിറത്തിൽ കിടക്കും. ഓക്കെ, അപ്പം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ മാറ്റിയിട്ടില്ല, വാല്യൂ നമുക്ക് മാറ്റാം. പക്ഷേ നമുക്ക് ആദ്യം അതിൻ്റെ ഫുട് പ്രിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കൊടുക്കുന്നതിന് അല്ലെ 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിന് വേണ്ട ഫുട് പ്രിൻ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലൈബ്രറി സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇടത്ത് സൈഡിൽ നിന്ന് ലൈബ്രറി സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് കപ്പാസിറ്റർ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ടാകും. അത് വേണം നമ്മളിവിടെ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്. കപ്പാസിറ്റർ CA. അപ്പം ഇവിടെ കപ്പാസിറ്റർ SMD ഉണ്ട്, കപ്പാസിറ്റർ THD ഉണ്ട്. നമ്മളിവിടെ SMD കമ്പോണൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ത്രൂ ഹോൾ കമ്പോണൻ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ കപ്പാസിറ്റർ THD എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക, ഇവിടെ നമുക്ക് ഈ THD അല്ലെ കപ്പാസിറ്റർ THD എന്ന് പറയുന്ന ലൈബ്രറിയിലെ കമ്പോണൻറ്റുകളെല്ലാം നമുക്കിവിടെ കിട്ടും. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻറ്റ് വേണം നമ്മൾ കൊടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓരോ ഇലക്ട്രോണിക് കമ്പോണൻ്റെ ഒരു മെക്കാനിക്കൽ ഡാറ്റയെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡയമീറ്റർ എന്തുമാത്രം ഉണ്ടായിരിക്കണം, അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അത് ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പോണൻ്റ് ഏതാണെന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ ഡാറ്റ ഷീറ്റിലുണ്ടാവും അതിൻ്റെ ഡയമീറ്ററൊക്കെ എത്രയാണ് എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഒരു റേഡിയൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻ്റാണ്. അപ്പോൾ റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഇപ്പോൾ ആക്സിയലും റേഡിയലും ഉണ്ട്. ഇപ്പം ആക്സിയൽ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആക്സിയൽ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫുട് പ്രിൻറ്റ് ഇതെന്താണ്, അല്ല ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു വലിയ ഡയോഡിൻ്റെ ഒരു ഫുട് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3D വ്യൂ നമുക്കൊന്ന് നോക്കാം. 3D വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കപ്പാസിറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്സിയലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കപ്പാസിറ്റർ ഇങ്ങനെയല്ലല്ലോ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനാണ് സാധാരണ കപ്പാസിറ്ററൊക്കെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സൊക്കെ പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് റേഡിയൽ എന്നാണ്. അപ്പം പൊതുവേ നമ്മളതാണ് കൂടുതലും കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കിവിടെ ഒരു റേഡിയൽ കപ്പാസിറ്റർ നമുക്കിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്ന് നോക്കാം. ഇത് ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് റേഡിയൽ എന്ന് പറയുന്ന കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. പൊതുവേ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ഈ രീതിയിലിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്ററാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 5 mm ഡയമീറ്ററുള്ള പിച്ച്, പി എന്ന് പറയുന്നത് 2.5 mm എന്നാണ്. പിച്ച് എന്ന് പറയുന്നത് 2.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ലീഡുകൾക്കിടയിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 2.5 mm ആണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 5 mm ആണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് ഫുട് പ്രിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കപ്പാസിറ്റർ. കൂടാതെ ഇവിടെ നമുക്കതിൻ്റെ 3D വ്യൂ നോക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കപ്പാസിറ്റർ പൊതുവേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ സ്റ്റൈല്. ഇതുപോലത്തെ ഒരു കപ്പാസിറ്ററാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 mm 2.5 mm ഡയമീറ്റർ 2.5 mm, പിച്ച് എന്ന് പറയുന്നത് ഡയമീറ്റർ 5 mm, പിച്ച് 2.5 mm. പിച്ച് 2 mm ഉണ്ട്, 2.5 mm ഉണ്ട്. ഞാനിവിടെ 2.5 mm സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കപ്പാസിറ്റർ ഇവിടെ കൊടുത്തു. സെക്കൻഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ കപ്പാസിറ്ററാണ്. സ്മോൾ കപ്പാസിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്ക് കപ്പാസിറ്ററാണ്. സ്മോൾ എന്ന് പറയുന്ന കേസിൽ ഞാനതൊരു ഡിസ്ക് കപ്പാസിറ്റർ ആയതുകൊണ്ടാണ് സ്മോൾ എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഡിസ്ക് കപ്പാസിറ്റേഴ്സിൻ്റെ ഡിസ്ക് ഡിസ്ക് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 mm ഡയമീറ്റർ 3 mm, വിഡ്ത്ത് 1.6 mm, പിച്ച് 2.5 mm എന്നൊക്കെയുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഫുട് പ്രിൻ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ 3D വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ് നമ്മൾ ഡിസ്ക് കപ്പാസിറ്റർ. ഓക്കെ, നമുക്ക് ഈ കപ്പാസിറ്റർ തന്നെ അവിടെ പ്ലേസ് ചെയ്യാം. ചെറിയ കപ്പാസിറ്ററാണ്. അപ്പം ഡിസ്ക് 3 mm പിച്ച് 2.5 ഉള്ള ഈ പിച്ചാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്തുമാത്രം അകലമുണ്ട് എന്നുള്ളത് സോൾഡർ ചെയ്യാനൊക്കെ എളുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള പിച്ചുള്ളതൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഏത് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ പിച്ച് 2.5 mm ഉള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ LED ആണ്. നെക്സ്റ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ വരും. LED ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ LED നമ്മൾ ഈ ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ LED THT എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഇവിടെ ഞാൻ കൊടുക്കുന്നു LED THT. അപ്പോൾ LEDയുടെ 3 mm ഉണ്ട്, 5 mm ഉണ്ട്. അപ്പോൾ ഞാനൊരു LEDയുടെ 5 mm LED കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഫുട് പ്രിൻ്റ്. ഇപ്പോൾ ഫുട് പ്രിൻ്റ് ഇവിടെ കാണാം. അതിൻ്റെ 3D വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 5 mm LED, സാധാരണ 5 mm LED. അപ്പോൾ ഈ ഫുട് പ്രിൻ്റ് നമുക്ക് അവിടെ കൊടുക്കാം. LED 5 mm ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ LED അവിടെ വന്നു. ഇനി സ്ക്രൂ ടെർമിനൽ കൊടുക്കാം. അപ്പോൾ സ്ക്രൂ ടെർമിനൽ ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് ആൾടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്ക്രൂ ടെർമിനലാണ് കൊടുക്കാറ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെയാണ് 3D മോഡലുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും 3D മോഡൽ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധാരണ സ്ക്രൂ ടെർമിനലിൻ്റെ രീതി തന്നെയാണ് ഇതിനും.
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മോഡൽ കിട്ടും. ബാക്കിയുള്ളവയ്ക്കൊന്നും മോഡൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത്. നമുക്കവിടെ ഏത് സ്ക്രൂ ടെർമിനലും ഇടാം, സാധാരണ കിട്ടുന്ന സ്ക്രൂ ടെർമിനലും നമുക്കവിടെ ഉപയോഗിക്കാം. ഓക്കെ, അത് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മളിവിടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നമ്മൾ മാനുവലായിട്ട് അല്ലെ ഓരോന്നിന് നേരത്തെ കൊടുത്തിരുന്നു, അത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മളൊരു റെസിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ കൊടുക്കാറുണ്ട്. ഒരു ഈ റെസിസ്റ്ററിൻ്റെ നമുക്കിവിടെ കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളിവിടെ റെസിസ്റ്ററിൻ്റെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റെസിസ്റ്റർ ആർ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പം ഇതിൽ റെസിസ്റ്റർ THT സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിലുള്ള ഇത് പിച്ച് എന്ന് പറയുന്നത് 7.62 mm വരുന്ന റെസിസ്റ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി കൊടുത്താൽ മതി. 3.6 mm. എല്ലാം 3.6 mm, അതിൻ്റെ 7.62 mm ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇത് ആണെന്ന് നമുക്കൊന്ന് ഉറപ്പാക്കാം. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഫുട് പ്രിൻ്റ് തന്നെയാണ് അതും ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് തന്നെ നമ്മളവിടെ കൊടുക്കാം. എല്ലാം ഇത് തന്നെ നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ ആ 2 റെസിസ്റ്റേഴ്സിനും നമ്മളത് ഒരേ ഇത് നമ്മൾ കൊടുത്തു. ഓക്കെ, R1 R2 എന്ന് പറയുന്ന റെസിസ്റ്ററാണ് ഇത്. ഈ LED-യുമായി കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് രണ്ടും കൊടുത്തു. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നമ്മൾ ഇനി കൊടുക്കണം. അപ്പം പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം പൊട്ടൻഷ്യോമീറ്റർ THT എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഇവിടെയുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇത് കൊടുക്കാം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അന്ന് സെലക്ട് ചെയ്ത് കൊടുത്തത് അത് 1-2 എണ്ണം നമ്മൾ എടുത്ത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പൊട്ടൻഷ്യോമീറ്റർ THT, പൊട്ടൻഷ്യോമീറ്റർ വിഷയ് T7YA സിംഗിൾ വെർട്ടിക്കൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിലുള്ള ഫുട് പ്രിൻ്റാണ് ഇതിന് വരിക. ഓക്കെ, അപ്പോൾ ഇതിന് 3D മോഡലില്ല. 3D മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക പൊട്ടൻഷ്യോമീറ്റർ നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബോർഡറിലുള്ള ഹോളുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് അതിൻ്റെ 3D മോഡൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു പൊട്ടൻഷ്യോമീറ്ററിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 7YA എന്ന് പറയുന്ന വിഷയ് T7YA എന്ന് പറയുന്ന ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കാണാം നമ്മളുടെ ആ ഒരു ഫുട് പ്രിൻറ്റ്സ് മുഴുവൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഫുട് പ്രിൻറ്റുകളും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിവിടെ അപ്ലൈ ആൻഡ് സേവ് സ്കീമാറ്റിക്സ് താഴെ ഉള്ള വലത് സൈഡിൽ താഴെയായിട്ടുള്ള അപ്ലൈ ആൻഡ് സേവ് സ്കീമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പോണൻറ്റുകൾക്കൊക്കെ നമ്മൾ ഒരു വാല്യൂസ് കൊടുത്തിട്ടില്ല. ആ വാല്യൂ ആണ് നമ്മളിനി കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വാല്യൂ കൊടുക്കുന്നതിന് നമ്മൾ ആദ്യം ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാനൊരു 1K എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഇത് പോയാൽ നമുക്കിവിടെ എഡിറ്റ് വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. എഡിറ്റ് പ്രോപ്പർട്ടീസ് പോയാൽ നമുക്ക് വാല്യൂ ഒക്കെ എഡിറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോന്ന് എഡിറ്റ് ചെയ്യണമെന്ന് എഡിറ്റ് വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് V ആണ് എന്ന് നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് വാല്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതാ നമുക്ക് വാല്യൂ ഫീൽഡ് എഡിറ്റ് വാല്യൂ ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് നമ്മൾ വാല്യൂ എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാനൊരു 1K ആണ് കൊടുക്കുന്ന വാല്യൂ. ആ 1K എന്ന് കൊടുക്കുമ്പോൾ ആ 1K ഇവിടെ വരും. ഇനി പോർട്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, അപ്പോൾ പോർട്ടിൻ്റെ വാല്യൂ നമ്മൾ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഇതിന് മുകളിൽ കൊണ്ടുപോയതിന് ശേഷം V പ്രസ് ചെയ്താൽ മതി. അപ്പോൾ R പോർട്ട് അത് എത്രയാണ്, അത് ഞാനിവിടെ ഒരു 1 MΩ എന്നാണ് കൊടുക്കുന്നത്.
ഓക്കെ, ക്യാപ്പിൻ്റെ വാല്യൂ മാറ്റുന്നതിന് ബി പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 മൈക്രോ ഫാരഡാണ് കൊടുക്കുന്നത്. ഓക്കെ, സ്ക്രൂ ടെർമിനലിൻ്റെ വാല്യൂ സ്ക്രൂ ടെർമിനൽ എത്രയാണ് ഇതിന് നമ്മൾ ഒരു ഇൻഡിക്കേഷൻ എന്നുള്ളത് നമ്മൾ പവർ എന്നും കൊടുത്താൽ മതി. പവർ, അപ്പം ഇത് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ടെർമിനലാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അത് മാറ്റേണ്ടത് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ്. കപ്പാസിറ്ററിൻ്റെ മുകളിൽ മൗസ് പോയിൻ്റർ വെക്കുന്നു, ബി പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 0.1 മൈക്രോ ഫാരഡ് കൊടുക്കുന്നു. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് മാറ്റാം. ഔട്ട്പുട്ട് കിട്ടുന്നതിനനുസരിച്ച് LED ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഞാനിത് എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വരും. അതേസമയം നമ്മൾ വാല്യൂ മാറ്റുന്നതിന് വേണ്ടി വി പ്രസ് ചെയ്യുന്നു. ഇവിടെ 220 കൊടുക്കുന്നു, 220 ഓം വന്നു. ഓക്കെ, ഈ LED ഒന്നും ചെയ്യണമെന്നില്ല. ഇങ്ങനെ വാല്യൂ കൊടുക്കേണ്ട കേസിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫുട് പ്രിൻറ്റ്സ് എല്ലാം അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ PCB നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുകളിലത്തെ ടൂൾ ബാറിൽ ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. ജനറേറ്റ് നെറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളോട് പറയും .net എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഒരു ഫയല് നമ്മളോട് സേവ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഫയൽ അങ്ങ് സേവ് ചെയ്യാൻ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സെയിം ഫോൾഡറിൽ തന്നെ ഈ നെറ്റ് ഫയലും സേവ് ആയിക്കോളും. അപ്പം ഞാനിവിടെ സേവ് എന്ന് പറയുന്നത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കീമാറ്റിക് വിൻഡോയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ PCB വരയ്ക്കുന്ന, അപ്പോൾ അതിന് CVPCB എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. റൺ PCB ന്യൂ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വിൻഡോ ഓപ്പണായി കിട്ടും. ആ വിൻഡോയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ PCB ന്യൂ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു വിൻഡോ ഓപ്പണായി വരുന്നു. PCB ന്യൂൻ്റെ വിൻഡോയാണ് ഈ കാണുന്നത്. ഈ വിൻഡോയിൽ വേണം നമ്മൾ നമ്മുടെ PCB നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് ലിസ്റ്റ് മുമ്പേ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ നെറ്റ് ലിസ്റ്റിന് നമ്മൾ ഈ PCB ന്യൂയിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുകളിലുള്ള ഈ ലോഡ് നെറ്റ് ലിസ്റ്റ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നെറ്റ് ലിസ്റ്റ് ഫയലിൻ്റെ പാത്ത് കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത നെറ്റ് ലിസ്റ്റ് ഫയൽ ഇവിടെ കാണാം. .net എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഈ ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ആ നെറ്റ് ലിസ്റ്റ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കുറേ മെസ്സേജസ് ഒക്കെ ഇവിടെ വരും. അതിനുശേഷം നമ്മളിവിടെ അപ്ഡേറ്റ് PCB എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പം നമ്മളുടെ ആ കമ്പോണൻസ് എല്ലാം വരാം. ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ പ്ലേസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കമ്പോണൻറ്റുകളെല്ലാം നമ്മൾ നമ്മുടെ ആ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ PCB വിൻഡോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി ഈ കമ്പോണൻറ്റുകളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ ട്രാക്കുകളൊക്കെ വരച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോപ്പർ ട്രാക്കുകളൊക്കെ നമ്മൾ വരച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഈ കമ്പോണൻറ്റുകളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കിതിൻ്റെ ഒരു 3D വ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ അതിനാദ്യം ഈ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. 3D വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ 3D വ്യൂവർ ഓണായി വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കമ്പോണൻറ്റുകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്കിത് കാണാം. ഇത് നമ്മളുടെ ആ സ്ക്രൂ ടെർമിനലാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മളുടെ IC, കപ്പാസിറ്റർ, LED ബൾബ്,
പൊട്ടൻഷ്യോമീറ്റർ, 2 റെസിസ്റ്റർ, പിന്നെ ഡിസ്ക് കപ്പാസിറ്റർ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഓരോ കമ്പോണൻറ്റുകളെയും ഈ ഒരു സ്ക്രൂ ടെർമിനലിനെയും നമുക്ക് ശരിയായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനെ ആദ്യം ആ സ്ക്രൂ ടെർമിനലിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ചതുരത്തിനുള്ളിൽ കൊണ്ടുവച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മൗസ് ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ കമ്പോണൻറ്റ് മൂവ് ചെയ്യുന്നത് കാണാം. കീബോർഡിൽ R എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം ഞാൻ ഇതുപോലെ ഈ കമ്പോണൻറ്റിനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പം എങ്ങനെയാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. എന്ന് വെച്ചാൽ തിരിഞ്ഞു പോയോ എന്ന് നമുക്കൊന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഈ 3D വ്യൂവറിലേക്ക് പോകുന്നു. അപ്പം ഇത് ശരിയായ രീതിയിലാണ് ഇരിക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആ വയർ കൊടുക്കാനുള്ള ഹോളുകൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് സ്ക്രൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആ ശരിയായ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ 3D വ്യൂവറിൽ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഓരോ കമ്പോണൻറ്റിനെയൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇത് നമ്മളുടെ LED ബൾബാണ്. ഇത് ഔട്ട്പുട്ടിൽ വരുന്നതാണ്. ഇത് റെസിസ്റ്ററാണ്. ഇതാണ് നമ്മളുടെ ചെറിയ ഡിസ്ക് കപ്പാസിറ്റർ. ഈ ഒരു IC ചിപ്പിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യിച്ച് നമുക്കിതിന് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ കപ്പാസിറ്റർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ LED ബൾബിനെ ഞാൻ ഇവിടെ കൊണ്ടുവെക്കുന്നു. LED ബൾബിലേക്കുള്ളതാണ് ഈ 220 ഓമിൻ്റെ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിനെ നമുക്ക് ഇവിടെ വെക്കാം. റെസിസ്റ്ററിനെ നമുക്ക് ഇവിടെ വെക്കാം. ഈ റെസിസ്റ്ററിനെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. കപ്പാസിറ്ററിനെ നമുക്ക് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഈ ഒരു ബോർഡ് കുറച്ചിനി മാറ്റാം. നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ അത് അറേഞ്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. റെസിസ്റ്റർ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഈ രീതിയിൽ പ്ലേസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ അങ്ങ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇൻപുട്ടാണ്. ഇപ്പം ഈ പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് അല്ലെങ്കിൽ പവർ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് ഒരു ബോർഡിൻ്റെ അറ്റത്തായിരിക്കണം. പൊതുവേ ഈ IC പോലെയുള്ളതൊക്കെ ബോർഡിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തൊക്കെ വരത്തക്ക രീതിയിൽ വെക്കുക. ഈ ഔട്ട്പുട്ട് തരുന്ന LED ബൾബ് എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ട് തരുന്നതാണ്. ഈ ഔട്ട്പുട്ട് തരുന്നത് വലത് സൈഡിൽ വരത്തക്ക രീതിയിൽ ബോർഡിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന രീതിയിൽ അത് വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. ഈ രീതിയിലാണ് അതിൻ്റെ 3D വ്യൂ വരിക. ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് കൊടുക്കുന്നത് നമ്മൾ കോപ്പർ ട്രാക്കുകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ ട്രാക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറയാം. അപ്പം അതിന് ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇവിടെ നോക്കിയാൽ ഒരു സ്ക്രോൾ ഡൗൺ മെനു പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും. ഇവിടെ നിലവിൽ കൊടുത്തിരിക്കുന്ന ട്രാക്ക് 0.250 mm എന്നുള്ളതാണ്. 0.250 mm എന്നുള്ളതാണ്.
ഓക്കെ, ഇവിടെ എഡിറ്റ് പ്രീ ഡിഫൈൻഡ് സൈസസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ഓരോ ട്രാക്കുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇവിടെ 0 mm എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഒരു 0.8 mm എന്ന് കൊടുക്കാം. 0.8 mm. അപ്പം ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു സർക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രാക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനും കൂടെ കാണാം. ട്രാക്ക് എന്ന് പറയുന്നത് 0.8 mm എന്ന് പറയുന്ന ഒരു ട്രാക്കും കൂടെ നമുക്കിവിടെ വന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ട്രാക്കുകളൊക്കെ 0.8 mm വിഡ്ത്തുള്ളതായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, ബാക്കിയുള്ളവയെക്കുറിച്ചൊന്നും ഇപ്പം നോക്കേണ്ടതില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ട്രാക്കുകളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതിന് ട്രാക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് ട്രാക്സ് വലത് സൈഡിലുള്ള ടൂൾ ബാറിലുള്ള റൂട്ട് ട്രാക്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കൂടാതെ നമ്മൾ ഇവിടെ ട്രാക്ക് വരയ്ക്കുന്നത് ബോട്ടം സൈഡിലാണ്. സിംഗിൾ സൈഡഡ് PCB ആയതുകൊണ്ട് ബോട്ടം കോപ്പറാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. അല്ലെ, ഫ്രണ്ട് കോപ്പറും ഉണ്ട്, ബോട്ടം കോപ്പറും ഉണ്ട്. നമ്മളിവിടെ വരയ്ക്കുന്നത് ബോട്ടം കോപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബോട്ടം കോപ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. അത് മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ കീകാർഡ് PCB വരയ്ക്കുന്ന ഈ സോഫ്റ്റ്വെയർ എല്ലാ കാര്യങ്ങളും ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിൽ ട്രാക്ക് വരയ്ക്കേണ്ടത് നമ്മൾ ബോട്ടം കോപ്പർ എന്ന് പറയുന്ന ഈ ലെയറിലായിരിക്കണം. സിംഗിൾ സൈഡഡ് PCB ആണ്. അതിൻ്റെ അടിവശത്താണല്ലോ ട്രാക്ക് ഉള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ BCU എന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ കൂടാതെ നമ്മളിവിടെ ഇപ്പോൾ ട്രാക്ക് വരയ്ക്കാനുള്ള റൂട്ട് ട്രാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് ഈ കപ്പാസിറ്ററിൽ നിന്ന് ആദ്യം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. ഈ കപ്പാസിറ്ററിൽ നിന്നും ഈ ഒരു ലീഡിൽ നിന്നും നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഈ ഒരു 6ാമത്തെ പിന്നിൽ നിന്നുള്ള കണക്ഷനും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഈ റെസിസ്റ്ററിൽ നിന്നും ഉള്ള കണക്ഷൻ ഈ പിന്നിലേക്കുള്ളത് കൊടുക്കാം. ഇവിടെ ഒരു ഗ്രൗണ്ട് കണക്ഷൻ പോയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കൊടുക്കാം. ഈ പിന്നിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഈ ഒരു പിന്നിൻ്റെ കണക്ഷൻ, ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പിന്നിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അതിന് ഇത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലാരിഫൈ സെലക്ഷൻ ഏതാണെന്ന് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ട്രാക്ക് ഇവിടെ സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാം. ഡിലീറ്റ് കീയെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിക്കോളും. ഇത് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്കത് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിലേക്കുള്ള കണക്ഷൻസ് എല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ കണക്ഷൻ കൊടുക്കുന്നു. ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ കൊടുക്കാനുള്ള കണക്ഷൻസ് ഈ റെസിസ്റ്ററിൻ്റെ കണക്ഷൻസ് നമുക്ക് കൊടുക്കാം.
അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കൊടുക്കാം. വേറെ ആ റെസിസ്റ്ററിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റി വെച്ചാൽ കുറച്ചും കൂടി എളുപ്പം കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ശേഷം റെസിസ്റ്റർ സെലക്ട് ചെയ്യുന്നു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുള്ള കണക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ നിന്നുള്ള കണക്ഷനും ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. ഈ 9 വോൾട്ടിൽ പിന്നിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ രീതിയിൽ കൊടുക്കുക. ഇവിടെ പിന്നെ നമുക്ക് കാണാം ഡിസ്ചാർജ് പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഇങ്ങനെ പോയേക്കുന്നത് കാണാം. കൂടാതെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ലൈൻസ് കാണിക്കുന്നുള്ളൂ കണക്ഷൻ. ഇവിടെ നിന്ന് ഈ 7-ൽ നിന്ന് ഈ 2 എന്ന് പറയുന്ന ഈ പിന്നിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു വെള്ള ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതിനെ റാറ്റ്സ് നെസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടേക്കാണ് കണക്ഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്നാണ് റാറ്റ്സ് നെസ്റ്റ്. ഈ റാറ്റ്സ് നെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്കത് അപ്രത്യക്ഷമാക്കാം, ഹൈഡ് ചെയ്യാൻ പറ്റും. ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ വലതുവശത്ത് കാണുന്ന ഹൈഡ് ബോർഡ് റാറ്റ്സ് നെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അത് കണ്ടോ, നമുക്ക് ആ കണക്ഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേസമയം നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ 7-ൽ നിന്ന് ഈ 2-ലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ ആ 2 കണക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ആ കണക്ഷൻ പോകേണ്ടത് അത് കണ്ടോ, അത് അവിടെ പ്രത്യേകമായിട്ട് അവിടെ എന്താ പറയുക, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും കണക്ഷൻ. കൂടാതെ നമുക്കിപ്പം ഏത് ഭാഗത്തൂടെ നമുക്കിത് റൂട്ട് ചെയ്യണം, പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇതിലേക്കൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് കണക്ഷൻ കൊണ്ടുപോകാൻ എന്നുള്ളത്. അതിന് മാർഗം ഇതാണ്. ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഈ മൗസ് പോയിന്റർ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ കറക്കി നോക്കുക. അപ്പോൾ ഇതിലേലുമൊക്കെ അത് സ്വയമേവ തന്നെ അത് പുറത്തേക്ക് ചാടി. ഇപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഇതുണ്ട് ഇങ്ങോട്ടേക്ക് അത് വരുന്നു നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇതിലേക്കൂടെ ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് എങ്ങനെ കണക്ഷൻ അങ്ങോട്ടേക്ക് എത്തിക്കാം എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിലേക്കൂടെ കൊണ്ടുപോയാൽ പറ്റില്ല, ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ വേറെ ഒരു മാർഗം ആ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസ്ചാർജ് പിന്നിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പം ഇവിടെ ഈ കണക്ഷൻ നമുക്കിങ്ങനെ കൊടുക്കാം. ഈ കണക്ഷൻ ഇതിലേക്ക് കൊണ്ടുവന്നു, ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, എല്ലാ കണക്ഷനും കംപ്ലീറ്റ് ആയോ? അപ്പം നമുക്ക് ആ റാറ്റ്സ് നെസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ 2 കണക്ഷനും കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കണക്ഷൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, ഈ ഗ്രൗണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ 9 വോൾട്ട് കണക്ഷൻ ഇങ്ങോട്ടേക്കും എത്താനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 9 വോൾട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അത് നമുക്കങ്ങ് കൊടുക്കാം. ആദ്യം ഇതിവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇതിവിടെ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഇതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ നമുക്ക് ഈ രീതിയിൽ അങ്ങ് കൊടുക്കാൻ സാധിക്കും.
ഈ ഭാഗത്തെ ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ശരിയാക്കുകയും ചെയ്യാം. ഇതിവിടെ സെലക്ട് ചെയ്യുന്നു, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നല്ല ഇങ്ങനെ കൊടുക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ജംഗ്ഷനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നമുക്കങ്ങനെ കൊടുക്കാം. ഇനി ഗ്രൗണ്ട് കണക്ഷനാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ ഇവിടെ ഈ പോയിന്റിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് ചുമ്മാ നോക്കാം. ചുറ്റും കൊണ്ടുപോയി നോക്കിയാൽ മതി. നമുക്കത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു ജമ്പർ വയർ ഇട്ട് കൊടുക്കുക എന്നുള്ളതേ അപ്പോൾ അതിന് ഇപ്പോൾ വഴിയുള്ളൂ. അപ്പം അത് ജമ്പർ വയർ നമുക്ക് എങ്ങനെ ഇടാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ജമ്പർ വയർ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലൈൻ നമുക്കൊന്ന് അപ്പം നമുക്ക് ആ ഒരു വഴിയിലൂടെ അതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇതിലേക്കൂടെ നമുക്കതിനെ അത് അങ്ങോട്ടേക്ക് ചാടിച്ചുകൊണ്ട് വരാൻ പറ്റും. ഇവിടെ കൊണ്ടുവരിക, പോയിന്റ്. ഓക്കെ, അപ്പം നമുക്ക് പലപ്പോഴും ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കതിൻ്റെ ഒരു കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റാത്ത രീതിയിൽ തോന്നും. അതിന് കാരണം നമ്മളതിൻ്റെ ഗ്രിഡ് സൈസ് സെലക്ട് ചെയ്യുന്നിടത്ത് ഇതാണ്. നമ്മളിപ്പോൾ 1.27 ആണ് ഗ്രിഡ് സൈസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കുറച്ചും കൂടെ കുറച്ചൊരു 0.25 കൊടുക്കുക, ചെറിയ ഗ്രിഡ് സൈസ് കൊടുക്കുക. പക്ഷേ ഒരുപാട് ചെറിയ ഗ്രിഡ് സൈസ് കൊടുത്താലും കുഴപ്പമാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം അത് കൊടുക്കുക. ഇവിടെ കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു കൺട്രോൾ കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൂടെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കൃത്യം സെൻറ്ററിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോവുക. ഓക്കെ, സമയമെടുത്ത് ചെയ്താൽ ഒരുപക്ഷെ സമയമെടുത്ത് ആലോചിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും എന്താ പറയുക, നമുക്ക് ജമ്പറൊന്നും ഇല്ലാതെ തന്നെ ഇത് വരച്ചെടുക്കാൻ സാധിക്കേണ്ടതാണ്. ചെറിയ സർക്യൂട്ടാണല്ലോ, അതിനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോയിൻ്റ് എത്തി. ഇനി ഈ ഒരു പോയിൻ്റ്, ഇതിൻ്റെ ഇടയ്ക്കൊരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ജമ്പർ വയർ ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഈ കണക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജമ്പർ വയർ ഇടുന്ന രീതി പല രീതിയിൽ. നമ്മൾ ജമ്പർ വയറായിട്ട് നമുക്ക് പുതിയൊരു കമ്പോണൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അത് ഉണ്ടാക്കി നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ നമുക്കങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് സൈഡ് കോപ്പർ ലൈൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് സൈഡ് കോപ്പർ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വയാസ് കൊടുക്കുക ചെയ്യുക. വയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഡബിൾ ലെയർഡ് PCB ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വയാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വയാസിൻ്റെ ഉൾവശം പ്ലേറ്റഡ് ആയിരിക്കും. നമ്മൾ ഒരു ശരിയായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡബിൾ സൈഡഡ് PCB എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആ വയാസ് എന്ന് പറയുന്നത്, അപ്പോൾ വയാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹോളുകൾ മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോൾ അതിൽ കമ്പോണൻ്റ് ഒന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടാകില്ല. കമ്പോണൻറ്റുകളൊന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടാകില്ല. ബോർഡിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ഹോളുകൾ ഇട്ടേക്കുന്നത് കാണാം. ആ ഹോളുകളുടെ ഉൾവശത്ത് കോപ്പർ കോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും തമ്മിലുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന വയാസിലൂടെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു ഡബിൾ സൈഡഡ് അല്ല, സിംഗിൾ സൈഡഡ് PCB ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ജമ്പർ വയറിന് പകരം നമ്മൾ വയാസ് ഉപയോഗിച്ച് ഇവിടെ ഒരു എന്താ പറയുക, ഞാനൊരു ട്രാക്ക് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. പക്ഷേ പിന്നീട് നമ്മൾ PCB ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു
ജമ്പർ വയർ, ഒരു ജമ്പർ വയർ എന്ന് ഉദ്ദേശിച്ച് ചെറിയൊരു വയർ പീസ് നമ്മളവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വയ ആഡ് ചെയ്യുന്നു. ഇപ്പം വയ ആഡ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്ലേസ് ത്രൂ വയ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പ്ലേസ് ത്രൂ വയ കൊടുക്കുന്നു. ഇവിടെ വെച്ച് ആ പോയിന്റിൻ്റെ അറ്റത്ത് വെച്ച് ഞാൻ ഒന്ന് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു വയ നമുക്ക് രൂപപ്പെട്ട് വന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു പാടും ഒരു ഹോളും അങ്ങനെയാണ് വയ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ വയയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. വയ പ്രോപ്പർട്ടീസ് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ സെലക്ട് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് പോവുക. അപ്പം വയയുടെ ഡയമീറ്റർ 0.8 mm ആണ്, വയയുടെ ഡ്രില്ല് 0.4 mm ആണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ചെറിയ ഹാൻഡ് ഡ്രില്ലൊക്കെ ആണെങ്കിൽ ഒരു 0.8 എങ്കിലും നമ്മളതിൽ കൊടുത്തിരിക്കണം. ഡ്രിൽ ഹോൾ സൈസ് എന്ന് പറയുന്നത് 0.8. പിന്നെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 1.6 അതിൻ്റെ ഇരട്ടി കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, 0.8 0.6 നമുക്ക് സോൾഡർ ചെയ്യാനൊക്കെ സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇച്ചിരി വലിപ്പത്തിൽ കൊടുത്തത്. ഇത്രയും വേണമെന്നില്ല, ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ല നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ച് കൊടുത്താൽ മതി. കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് ഇവിടെ ഒരു വയ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ ഇതുപോലെ പ്ലേസ് ത്രൂ വയ കൊടുക്കുന്നു. ഈ വയയുടെ പ്രോപ്പർട്ടീസും നമ്മൾ മാറ്റി കൊടുക്കാം. സെലക്ട് ഐറ്റം കൊടുക്കുന്നു, വയക്ക് മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മളൊരു 1.6ഉം 0.8ഉം കൊടുത്തു, ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്, അത്യാവശ്യം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. ഓക്കെ, ഈ കണക്ഷൻസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ കൊടുക്കണം. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ബോർഡിൻ്റെ അടിയിലൂടെയല്ല, അല്ല ബോട്ടം കോപ്പറിലല്ല കൊടുക്കുന്നത്, ഫ്രണ്ട് സൈഡ് കോപ്പറിലെ കോപ്പറിൻ്റെ മുകൾ വശത്തൂടെയാണ്. അപ്പോൾ അതിന് ഇവിടെ ഇത് മാറ്റി FCU എന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ റൂട്ട് ട്രാക്ക് എന്നുള്ളത് വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചുവന്ന കളറിൽ വരുന്ന കാണാം. ഈ ചുവന്ന കളർ വരാൻ കാരണം എന്നാണ്, ഇത് ലെയർ വേറെ ആയതുകൊണ്ടാണ് ഈ ചുവന്ന കളർ വരാൻ കാരണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെല്ലാ കണക്ഷനും ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. അതിന് വ്യൂ 3D വ്യൂ. ഇപ്പം നമ്മളിതാ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ട്രാക്കുകളെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ട്രാക്ക് കണ്ടോ, ഇതിൻ്റെ അറ്റത്തേക്ക് ചേർന്നാണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെയൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് ബോർഡ് എഡ്ജ് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ട്രാക്ക് മാത്രമേ ഉള്ളൂ, നമ്മളൊരു ബോർഡിൽ ഒരു ബോക്സിനുള്ളിലാക്കി കൊടുക്കണമല്ലോ, ഒരു ചതുരത്തിനുള്ളിലാക്കി കൊടുക്കണം. അപ്പോൾ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ എഡ്ജ് കട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പോളിഗൺ, ആഡ് ഗ്രാഫിക് പോളിഗൺ എന്ന് പറഞ്ഞ് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം നമ്മളത് വരച്ചു കൊടുക്കുക. ഓക്കെ, ഈ പോളിഗൺ വരയ്ക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രിഡ് സെലക്ട് ചെയ്യുന്ന ഒരു കുറച്ചും കൂടെ 0.254 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. അതിൻ്റെ 2.54 mm അല്ല 1.27 mm കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് എളുപ്പം കിട്ടും പോളിഗൺ വരയ്ക്കാനായിട്ട്. ഇപ്പം ഗ്രിഡ് നമ്മളത് സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, അതുകൂടാതെ ഇത് നമുക്ക് അതിൻ്റെ ഡയറക്ഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എന്താ പറഞ്ഞ കർസർ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇതുണ്ടോ, നമുക്ക് ആ കൾസർ 2 ലെങ്തി ലൈൻസ് ആയിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കത് പൊസിഷൻ ചെയ്യാനൊക്കെ ഇച്ചിരി കൂടെ എളുപ്പം കിട്ടും. ഇപ്പം ഈ ഒരു പൊസിഷനിൽ
ഈ പൊസിഷനിലാണ് നമുക്ക് വരച്ചു കൊടുക്കാൻ എളുപ്പം. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കുന്നു. അപ്പോൾ എവിടം വരെ വരയ്ക്കണമെന്നൊക്കെ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ സഹായിക്കും. ഇവിടം വരെ നമുക്ക് കൊണ്ടുവരാം, ഇവിടം വരെ കൊണ്ടുവരാം. ഇത് ഓക്കെ. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്ലേസ് ആവും. നമുക്ക് കൾസറിൻ്റെ ഷേപ്പ് അങ്ങ് മാറ്റാം. ഓക്കെ, ഇപ്പം നമുക്കത് എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പ്ലേസ് ചെയ്ത് അതിൻ്റെ ബോർഡ് എഡ്ജും ഒക്കെ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടെ അതിൻ്റെ 3D വ്യൂ നോക്കാം. കമ്പോണൻറ്റുകളെല്ലാം ശരിയായ വിധം പ്ലേസ് ആയി. നമ്മൾ അതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തു. ഓക്കെ, നമ്മളെ ബോർഡ് നമുക്ക് കംപ്ലീറ്റ് ആയതായിട്ട് പറയാം. ഇപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന് മുകളിൽ ഇവിടെ ഒരു ട്രാക്ക് വന്നേക്കുന്നത് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ജമ്പറായിട്ടായിരിക്കും അത് ഉപയോഗിക്കുക. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചെമ്പ് കമ്പിയോ മറ്റോ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ ഈ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജമ്പർ വയറിൻ്റെ 2 കണക്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഈ രീതി ചെയ്താൽ മതിയാവും. ഓക്കെ, അത് ശരിയായ രീതി ചെയ്യുമ്പം നമുക്കിങ്ങനെ ഈ ട്രാക്ക് വരച്ചു കൊടുക്കുകയല്ല വേണ്ടത്. പകരം നമ്മൾ ജമ്പർ വയർ കമ്പോണൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയൊക്കെ വേണം. എന്തായാലും നമ്മളിപ്പോൾ അത്രയും അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ടതില്ല. നമുക്ക് ഹോബി ആയിട്ടോ അല്ല വീട്ടിൽ നിന്നൊക്കെ സിമ്പിൾ PCB ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നിയാൽ ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ആ PCB ചെയ്തെടുത്തത്. ഓക്കെ, ഇനി ഇപ്പം ഇതിൽ വേണമെങ്കിൽ ഇനി നമുക്ക് ഫിൽഡ് ഏരിയാസും ഒക്കെ കൊടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും കോപ്പർ ഇല്ലാത്ത ഭാഗത്തൊക്കെ കോപ്പർ ഫിൽഡ് ഏരിയാസ് ഒക്കെ കൊടുക്കാം. പക്ഷേ നമ്മളിപ്പം ആ ഒരു ഭാഗത്തേക്കൊന്നും കവർ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ PCB മുഴുവൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ PCBയെ നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ PDF ആയിട്ട് മാറ്റാം. അപ്പോൾ അത് നമുക്ക് കാണാം. അതിന് മുമ്പേ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ഇപ്പം നമ്മളിവിടെ ഏതെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ അല്ല കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നങ്ങനെ നമുക്കറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനകത്ത് ഡിസൈൻ റൂൾ ചെക്ക് ഉണ്ട്, DRC ചെക്ക്. ഇപ്പം നമ്മൾ മുമ്പ് സ്കീമാറ്റിക്സ് വിൻഡോയിൽ അത് വരച്ചപ്പോൾ നമ്മൾ ERC ഇലക്ട്രിക് റൂളായിരുന്നു ചെക്ക് ചെയ്ത്. ഇതിൻ്റെ അകത്ത് ഡിസൈൻ റൂള് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു മുകളിലൊരു ബഗ്ഗിൻ്റെ ഒരു വണ്ടിൻ്റെ സിമ്പൽ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DRC കൺട്രോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ റൺ DRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയി വരും. ലിസ്റ്റ് അൺകണക്റ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺകണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതൊക്കെ വരും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ 9 വോൾട്ടിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്കുള്ള കണക്ഷൻ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഇതിപ്പം ഈ ഒരു വയർ ഞാൻ കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ DRC ഒന്ന് കൊടുത്ത് നോക്കാം. റൺ DRC വന്നു. ലിസ്റ്റ് അൺകണക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് അൺകണക്റ്റഡ് ഐറ്റംസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ വിൻഡോ വന്നിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വീണ്ടും കണക്ട് ചെയ്യുന്നു. ഒന്നും കൂടെ നമുക്ക് DRC ചെയ്ത് നോക്കാം. അപ്പോൾ റൺ DRC ചെയ്യുന്നു. ഇത് ലിസ്റ്റ് അൺകണക്റ്റഡും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇത് വന്നത്. കൂടാതെ ഇവിടെ ഇപ്പം വേറെ 1-2 ഇത് കൊടുത്തേക്കുന്നത് കാണാം. മിനിമം ട്രാക്ക് വിഡ്ത്ത് എത്രയാണ്, മിനിമം വയാ സൈസ് എത്രയാണ്, മിനിമം മൈക്രോ വയാ സൈസ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് കൂടാതെ അതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ബോർഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്, അത് ഇടത് സൈഡിൽ മുകളിലായിട്ടുള്ള ബോർഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്രീ ഡിഫൈൻഡ് ട്രാക്ക് നമ്മൾ കൊടുത്തിരുന്നല്ലോ ഈ വിൻഡോ. ഇവിടെ നെറ്റ് ക്ലാസസ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ക്ലിയറൻസ് എന്ന് പറയുന്നത് 0.2 mm എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 2 ട്രാക്കുകൾ തമ്മിലുള്ള അകലമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രാക്കും തമ്മിലുള്ള അകലമാണ്. അത് 0.2 mm എങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 2 ട്രാക്കോ അല്ലെങ്കിൽ
ഇതാ ഈ ഒരു 2 പാടുകൾ തമ്മിലുള്ള അകലമാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഈ മഞ്ഞ നിറത്തിലുള്ള ഈ പാടിൻ്റെ പുറമേക്ക് മറ്റൊരു വലയവും കൂടെ കൊടുത്തേക്കുന്നത് കാണാം. ഇതെന്നാണ് ആ ട്രാക്ക് വിഡ്ത്തിൻ്റെ ഒരു ബൗണ്ടറി, അല്ലെങ്കിൽ ആ ക്ലിയറൻസ് ബൗണ്ടറി എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ട്രാക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടി ഈ ക്ലിയറൻസ് ബൗണ്ടറി കൊണ്ട് നമുക്ക് അറിയാം. അല്ലെ ആവശ്യത്തിന് 2 പാടുകൾക്കിടയിലോ, അല്ലെ ഒരു പാടിനും ഒരു ട്രാക്കിനും ഇടയിലോ, അല്ലെ 2 ട്രാക്കുകൾക്കിടയിലോ ഒക്കെ ആവശ്യത്തിന് ക്ലിയറൻസ് അല്ലെങ്കിൽ ആവശ്യത്തിന് സ്പേസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 0.2 mm കൊടുത്തപ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ആ ബോർഡ് സെറ്റപ്പിൽ ഇപ്പം ഡിഫാൾട്ട് എന്നുള്ളത് 0.2 mm എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഈ 0.2 mm എന്ന് പറയുന്നത് ഞാനൊരു ഇച്ചിരി വലിയ വാല്യൂ ഇട്ട് കൊടുക്കാം. 0.5 mm എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ക്ലിയറൻസ് ബൗണ്ടറി എന്ന് പറയുന്നത് 2 ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എറർ കണ്ടീഷനാണ്. എറർ കണ്ടീഷൻ അല്ല, ഒരു വാർണിംഗ് കിട്ടുന്ന കണ്ടീഷനാണ്. DRC ശരിയല്ല, അല്ല DRC ചെക്ക് ചെയ്താൽ അത് ശരിയല്ല എന്ന് കാണിക്കും. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ റൺ DRC കൊടുക്കുന്നു. ഇവിടെ എറർ വന്നിട്ടില്ല. ഈ ഫിൽഡ് ഏരിയാസ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയെങ്കിലാണ് അതിൻ്റെ ഒരു പ്രശ്നം വരിക. അത് അവിടെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഈ ഒരു 0.5 mm എന്ന് പറയുന്നത് 0.5 mm ഇപ്പോൾ IC ഒക്കെ ചെയ്യുമ്പം ഇതിന് വലിയ കുഴപ്പമില്ല. പക്ഷേ ചില ICകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും 0.5 mm ഒന്നും നമുക്ക് ക്ലിയറൻസ് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ ഈ 0.5 mm ഇട്ട് കൊടുത്താലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇച്ചിരി ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നൊന്ന് അറിയുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു 1 mm എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ട്രാക്കിൻ്റെ ക്ലിയറൻസ് ബൗണ്ടറിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടുത്ത ട്രാക്കുമായിട്ട് ഈ ഒരു പാഡിൻ്റെ ക്ലിയറൻസ് ബൗണ്ടറിയാണിത്. ഈ ക്ലിയറൻസ് ബൗണ്ടറി മറ്റേ പാടുമായിട്ട് മുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് DRC ഒന്ന് ചെയ്ത് നോക്കാം. എന്താ നമുക്ക് കുറേയേറെ എറർ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് എറർ ഉള്ളത് എന്നുള്ളതും നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ഫ്ലാഗ് വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഈ എറർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പാട് മറ്റേ പാടുമായി വളരെ അടുത്താണ് നിൽക്കുന്നത്. അത് ശരിയല്ല, അല്ലെങ്കിൽ അതൊരു ഡിസൈൻ എററാണ് എന്നുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക, ഇതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 1 mm എന്നുള്ളത് മാറ്റി ഒരു 0.5 mm എന്നാക്കി മാറ്റാം. 0.5 mm. ഓക്കെ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ നമുക്ക് DRC കൊടുക്കാം. ഇതെല്ലാം ഫ്ലാഗുകളെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് എററുകളൊന്നും ഇല്ല എന്ന് കാണിക്കും. ഓക്കെ, ടു ക്ലോസ് പാടും ട്രാക്കോ അല്ലെങ്കിൽ 2 പാടുകൾക്കിടയിലോ 2 ട്രാക്കുകൾക്കിടയിലോ ഉള്ള ക്ലിയറൻസ് ഒക്കെ കറക്റ്റാണോ എന്ന് നമുക്ക്, അല്ലെ ആവശ്യത്തിന് ക്ലിയറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡിസൈൻ റൂൾ ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. കൂടാതെ ഏതെങ്കിലും ഒരു പിന്നിലേക്കുള്ള കണക്ഷൻ അല്ലെ ട്രാക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതും നമുക്ക് ഈ പറയുന്ന DRCയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ഇത് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോ ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ ഫോട്ടോ ട്രാൻസ്ഫർ മെത്തേഡിന് ചെയ്യുന്നത് എന്താണ്, നമ്മളത് PDF ഫോർമാറ്റിലാക്കി മാറ്റിയതിന് ശേഷം നമ്മളൊരു ഗ്ലോസി പേപ്പറിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും പിന്നീട് അയൺ ബോക്സ് തേപ്പ് പെട്ടി ഉപയോഗിച്ച് നമ്മളത് എന്താ പറയുക കോപ്പർ ക്ലാഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ PDF ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ട് എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഇടത് സൈഡിൽ മുകളിലായിട്ട് ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലോട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് PDF ആണ് വേണ്ടതെങ്കിൽ PDF എന്ന് ആക്കി കൊടുക്കുക. ഇതെവിടെ PDF എന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഏതൊക്കെ ലെയറുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BCU മാത്രം മതി. അപ്പോൾ FCU നമുക്ക് വേണ്ട, BCU മാത്രം മതി. അപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ അൺചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ കുറേ
കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡ് PCB എഡ്ജ് ലെയർ ഫ്രം അതർ ലെയേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അത് അൺചെക്ക് ചെയ്തേക്കുക. നമുക്ക് PCB എഡ്ജും ഇതിൻ്റെ ഒപ്പം വേണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡ്രിൽ മാർക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നണ്ണെന്നാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയല്ല, ആക്ച്വൽ സൈസ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലോട്ട് ഫയൽ എന്ന് പറയുന്നത് ഇത് പിന്നെ 555 അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ BCU PDF ക്രിയേറ്റഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് വരും. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മളുടെ ആ ഫോൾഡറിനുള്ളിൽ ഇതുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇതാണ് ആ ഫോൾഡർ. ഇപ്പോൾ ഇതിവിടെ ഒരു PDF ഫയൽ കാണാൻ പറ്റും, BCU PDF ഫയൽ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതിവിടെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ട്രാക്ക് നമുക്കിവിടെ എന്താ പറയുക, അത് പ്രിൻ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നമ്മൾ തേപ്പ് പെട്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ട്രാക്ക് നമുക്ക് കോപ്പർ ക്ലാഡിലേക്ക് മാറ്റാൻ സാധിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് സാധാരണ ഇതിപ്പോൾ പ്രിൻ്ററിലേക്ക് സിസ്റ്റം കണക്ട് ചെയ്തിട്ടില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ആക്ച്വൽ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്ത് വെച്ച് വേണം കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ 100% എന്ന് പറയുന്ന സൂം എന്ന് പറയുന്ന 100%ലേക്ക് ഇട്ടും കൊടുക്കാം. ആക്ച്വൽ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് പ്രിൻ്റ് ഔട്ട് കൊടുക്കാനായിട്ട്. വലിപ്പ വ്യത്യാസമൊന്നും വരരുതല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അത് എനിക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ സാധിക്കില്ല. എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ഒരു PCB നമ്മൾ കീകാർഡ് ചെയ്തതിന് ശേഷം അത് PDF ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുന്നത്. ഓക്കെ, അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയൽ രീതിയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, പുറത്തൊരു വലിയ കമ്പനി PCB മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ജർബർ ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ജർബർ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ BCU മാത്രമായിട്ട് ഞാൻ ജർബർ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇപ്പം ഞാൻ ഈ BCU മാത്രമായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടു, എന്നിട്ട് ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു. ഇപ്പം ജർബർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും 555 അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ BCU GBR എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ ആ കീകാർഡിൻ്റെ ഫസ്റ്റ് GUI അതിൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഫസ്റ്റ് വിൻഡോ ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു വിൻഡോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ GBR എന്ന് പറയുന്ന ഒരു ജർബർ വ്യൂവർ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കിങ്ങനെ ഈ ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഫയൽ ഓപ്പൺ ജർബർ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അപ്പം നമ്മൾ ഏത് ഫയലിലാണോ, ഇപ്പോൾ 555 അസ്റ്റേബിൾ സെയിം ഫയലിലോട്ടാണ് ഇത് വരുന്നത് ഇപ്പം. അപ്പോൾ എവിടെയാണ് ആ GBR ഫയൽ കിടക്കുന്നത്, ആ GBR ഫയൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഇതെവിടെ നമുക്ക് ആ ജർബർ ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ജർബർ ഫയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ട്രാക്കിനെയൊക്കെ കൃത്യമായി അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ മെഷീനുകൾ പ്രവർത്തിക്കാൻ സഹായകരമായ രീതിയിൽ ഇതിൻ്റെ ട്രാക്കുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഈ വാല്യൂസൊക്കെ ഇവിടെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആയിരിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ
ജർബർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വലിയ കമ്പനിയിലേക്കാണ് നമ്മൾ PCB മാനുഫാക്ചർ ചെയ്യാൻ കൊടുക്കുന്നത് എങ്കിൽ അവരാവശ്യപ്പെടുന്നത് ജർബർ ഫയലായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജർബർ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഈ ഒരു PCBയുമായി ബന്ധപ്പെടുത്തി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ എൻ്റെ മറ്റ് കീകാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് കാണുക. കുറച്ചും കൂടി വിശദമായിട്ടൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വീഡിയോ അതിൻ്റെ അകത്ത് ഞാൻ ഇടും. അപ്പം അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മുടെ ലാബിന് ഇത്രയൊക്കെ മതിയാവും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു അറിവ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടം കൊണ്ട് തീരുന്നു. എല്ലാവർക്കും നന്ദി.